നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവക്കൊരു നല്ല ജീവിതം വരുമ്പോഴെല്ലാം ചേച്ചിയും അനിയത്തെയും വിലങ്ങ് തടിയായിട്ട് നിൽക്കുക. ആദ്യം അനിയത്തി കാരണം ഇവളുടെ വിവാഹം മുടങ്ങി. ഇപ്പൊ ചേച്ചി കാരണം ഈ ആലോചനയും മുടങ്ങുന്ന ലക്ഷണം. എന്റെ പൊന്നു ദേവിക, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീയായിട്ട് എന്റെ മോക്ക് വന്ന ഈ ആലോചന നഷ്ടപ്പെടുത്തരുത്. നിനക്കറിയാലോ, അഞ്ജിതയ്ക്ക് കിട്ടാവുന്ന ഒരു നല്ല ആലോചനയായി ഇത്. ദയവേത് നീ ആ സിദ്ധാർത്ഥനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിച്ചേ തീരൂ. ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും അറിയില്ല. എന്ത് ചെയ്യണമെന്നൊരു വ്യക്തതയും എനിക്കില്ല. എങ്കിൽ അച്ഛനൊരു തീരുമാനം പറയാ. എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ. സുലോചനെ, ദേവികയുമായിട്ടുള്ള വിവാഹം നടത്താവുന്ന ആ ആനന്ദന്റെ വീട്ടുകാർക്ക് നമ്മൾ വാക്ക് കൊടുത്തല്ലേ. ഇനിയിപ്പോ പുതിയ ബന്ധം വരുമ്പോ ആ വാക്ക് മാറ്റുന്നത് എങ്ങനെ? അത് അന്തസ്സില്ലായ്മയില്ലേ? അപ്പൊ എന്റെ മോളുടെ വിവാഹം നടക്കണ്ടെന്നാണ് നിങ്ങളുടെയൊക്കെ തീരുമാനം അല്ലേ? ഞങ്ങൾ ആശുപത്രി പോകാൻ അറിയുന്ന അപ്പോഴാ അവര് കയറി വന്നേ. ഞങ്ങൾ ആശുപത്രി പോയി പിള്ളേരെ ഒന്ന് കണ്ടോട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അച്ഛാ, നീ വാ, നടക്ക്. ഋഷിയെ നഷ്ടപ്പെട്ടെങ്കിലും അഭിഷേകിന്റെ ബന്ധം വന്നപ്പോ ഞാൻ ഏറെ സന്തോഷപ്പെട്ടതായിരുന്നു. അതിപ്പോ നാശം പിടിച്ചവള് കാരണം ഇല്ലാതാവുന്ന തോന്നുന്നു. എടി, അഭിഷേകിന്റെ ആലോചന വെറുതെ വന്നതൊന്നും അല്ല, എന്റെ തലയിൽ ഉദിച്ച ബുദ്ധി കൊണ്ടുവന്നതാ. എന്നിട്ടിപ്പോ എന്തായി? ബുദ്ധി പ്രയോഗിക്കുമ്പോഴേ ഈ ദേവിക എന്ന മാരണത്തെ കൂടെ ഒഴിവാക്കാനുള്ള ബുദ്ധി പ്രയോഗിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ അറിഞ്ഞോ ആ കിളവി ഇങ്ങനൊരു വള്ളിക്കെട്ടുമായി വരുമെന്ന്? ഇതിപ്പോ ഒരു അപാര കുരുക്കായി പോയല്ലോ അമ്മ. അതാലോചിച്ച് നീ തളരൊന്നും വേണ്ട. ഈ കുരുക്ക് ഞാൻ ഊരിയെടുത്തേ പറ്റൂ. പൊന്നാരം തോട്ടത്തിലെ കോടീശ്വരി ആവണമെന്ന് ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടതാ അമ്മ. അതെനിക്ക് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം. ആ സ്വപ്നം അമ്മ സാധിച്ചു തരും. നീ അവിടുത്തെ കോടീശ്വരി ആയാലേ അതിന്റെ ഗമയോ അഹങ്കാരവും എനിക്കും ഉണ്ടാവണ്ടേ? നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തുറുപ്പേ ആ ദേവികേച്ചയുടെ കയ്യില. അവള് സിദ്ധാർത്ഥനായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാവും. അഭിഷേകിന്റെ കല്യാണം അവന്റെ വീട്ടുകാര് വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് നടത്തിയ പിന്നെ തലകുത്തി നിന്നാലും എനിക്ക് ആ വീട്ടിലെ മരുമകളാവാൻ പറ്റില്ല. അതമ്മയ്ക്ക് ഓർമ്മ വേണം. ഇനി അതൊക്കെ ഞാൻ ചിന്തിച്ചതാ. അതുമല്ല, ഈ അച്ഛൻ ഇപ്പൊ ഇത്ര തിടുക്കപ്പെട്ട് ദേവികയ്ക്ക് സംബന്ധം അന്വേഷിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവക്ക് ആനന്ദിന്റെ ആലോചന വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ സിദ്ധാർത്ഥന്റെ ആലോചന ഈസിയായി ഉറപ്പിക്കായിരുന്നു. ഇതൊന്നും എനിക്ക് കേക്കണ്ട. എനിക്ക് അഭിഷേകിന്റെ ഭാര്യ ആവണം, പൊന്നാരത്തോട്ടത്തെ മരുമകളാവണം. ആ ഗോപികയുടെ മുന്നിലൂടെ എനിക്ക് അവിടെ ഒരു റാണിയെ പോലെ വാഴണം. അതെന്റെ വാശിയ. ദേവിക വരട്ടെ. അവളെ കൊണ്ട് ഏത് വിധേനയും സിദ്ധാർത്ഥനുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.